നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനൊരുങ്ങി മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സീറ്റ് തിരിച്ചുപിടിക്കാൻ സുധാകരനെ രംഗത്തിറക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. എന്നാൽ കെ സുധാകരന് മത്സരിക്കാൻ അവസരം നൽകിയാൽ മറ്റ് MP-മാർ മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുമോ, അത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന ആയേക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, സുധാകരൻ മാത്രമായി മത്സരിച്ചാൽ മറ്റ് MP-മാരും വാശി പിടിക്കും, തങ്ങൾക്കും മത്സരിക്കണമെന്നൊരു ആവശ്യം പ്രകടിപ്പിക്കാനുള്ള സാധ്യത വളരെയധികമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എങ്ങനെയാകും ഇതിനെ നേരിടുക? പിന്നെ എന്തുകൊണ്ടാണ് സുധാകരനെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിൽ നടക്കുന്നത്? വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് ഈ കെ സുധാകരന്റെ ഈ ഒരു എൻട്രി വഴിവെക്കുമോ? അശ്വതി, അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നമുക്കറിയാം, കണ്ണൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏറെ നാളായി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നിൽക്കുന്നൊരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 ടേമായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ നിന്ന് വിജയിച്ച് കയറുകയും ചെയ്തത്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇത്തരമൊരു വീഴ്ച കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കണമെന്ന വലിയൊരു ആവശ്യം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അതിനവർ വലിയ ഒരു പരിഹാര മാർഗമായി അവർ കരുതുന്നത് ഇപ്പോൾ ലോക്സഭാ MP ആയിട്ടുള്ള കെ സുധാകരനെ ഇതിനായി രംഗത്തിറക്കണമെന്നുള്ളതാണ്. പക്ഷേ കെ സുധാകരനെ രംഗത്തിറക്കി കഴിഞ്ഞാൽ അത് മറ്റ് MP-മാരും തങ്ങൾക്കും മത്സരിക്കണമെന്നൊരാവശ്യവുമായി രംഗത്തെത്താനുള്ള സാധ്യതയേറെയാണ്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊടിക്കുന്നിൽ സുരേഷിനെയും ഷാഫി പറമ്പിനെയും പോലുള്ള ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നതൊരു സൂചന കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കെ സുധാകരന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് MP-മാർക്കും സീറ്റ് നൽകേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ തർക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. അപ്പോൾ മറിച്ച് ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് കെ സുധാകരനല്ല മറ്റാരെങ്കിലും ഇവിടെ പരിഗണിക്കുന്നു എന്നൊരു ധ്വനി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളടക്കം തങ്ങൾക്കും മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാകണം കെ സുധാകരനെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം മുൻപ് തന്നെ മറ്റൊരു സൂചന UDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതായത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് മുസ്ലിം ലീഗിന് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ സാധ്യതകളുണ്ട്. അഥവാ കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ലെങ്കിൽ അഴീക്കോടും കണ്ണൂരും ലീഗും കോൺഗ്രസും പരസ്പരം വെച്ചു മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കും. ഏതായാലും കോൺഗ്രസിൻ്റെ ഒരു ആവശ്യം, അതായത് തർക്കങ്ങളില്ലാതെ കണ്ണൂർ മണ്ഡലത്തിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിന് അവർ കണ്ട ഏക പോംവഴി എന്ന് പറയുന്നത് ഈ കെ സുധാകരനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സതീശൻ പാച്ചേനി നമുക്കറിയാം മുൻ DCC അധ്യക്ഷനായിരുന്നു. അദ്ദേഹമാണ് കഴിഞ്ഞ തവണ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ രംഗത്തിറക്കിയ സമയത്ത് ആദ്യഘട്ടത്തിൽ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് തന്നെയാണ് മിഥുൻ പിള്ള മനസ്സിലാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ഈ പോര് എങ്ങനെ ചൂട് പിടിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.